ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പടക്കം പൊട്ടിക്കൽ ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പടക്കങ്ങൾ ഉണ്ടായിരുന്നു. മേശപ്പൂത്തിരി, അതുപോലെ പൂത്തിരി, കളർ പൂത്തിരി, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈറ്റൊന്നും ഇതുവരെ ഊരിയിട്ടില്ല. നബിദിനം കഴിഞ്ഞിട്ട് ഊരിയിട്ടില്ല. പിന്നെ ഇതാണ് മേശപ്പൂത്തിരി. അത് കുറേ നേരം ഞങ്ങൾ കത്തിക്കാൻ നോക്കി, പക്ഷെ അത് കത്തുന്നില്ല. കത്തും അപ്പം തന്നെ ഓഫാവും. ഒരു മൂഞ്ചി അങ്ങനെ വേണം പറയാൻ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. വേറെ ഒന്നുമല്ല, ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം കത്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലുമില്ല ഗൈസ്, കത്തിയത് പോലുമില്ല. ആ മേശാപുത്തിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പോടാ പറഞ്ഞ് ഒന്നും കത്താനുള്ള നേരമില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കുറേ ലൈറ്റ്സുകളുണ്ടായിരുന്നു. വീണ്ടും അത് ഞാൻ കത്തിക്കാൻ നോക്കി. ആര് കത്തിക്കാൻ ശ്രമിച്ചിട്ടും അത് കത്തുന്നില്ല. ഓ മൈ ഗോഡ്, കുറേ നേരം പരിശ്രമിച്ചു ഗൈസ്. പിന്നെ വെയ്യ. പിന്നെ ചക്കരം, അത് നിർബന്ധമാണ്. പിന്നെ ചക്കരം എന്ന് പറഞ്ഞാൽ കറങ്ങൂലേ, ഇത് കറങ്ങണില്ല, കത്തുന്നുണ്ട്. മറ്റേതാണെങ്കിൽ കത്തുന്നില്ല. ഒരു മൂഞ്ചി അങ്ങനെ വേണം പറയാൻ. ആകെ സെറ്റപ്പായി വന്നത് ആ പൂത്തിരിയാണ്. കളർ പൂത്തിരിയും പിന്നെ സാധാ പൂത്തിരിയും. ഇതും അങ്ങനെ കറങ്ങണമൊന്നുമില്ല. പിന്നെ ഷാനുവിൻ്റെ ഒരു ടെക്നോളജി ഉണ്ട് ഈ ഒരു വീഡിയോയിൽ, അത് നിങ്ങൾ കാണണം. പിന്നെ അതും കറങ്ങാതിരിക്കുന്നുണ്ട്, പക്ഷെ കത്തി കിട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല അങ്ങനെ അധികം. വേറൊന്നുമല്ല, പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥ ഗോവിന്ദയായിരിക്കും. അതൊക്കെ നന്നായിട്ട് ഉറപ്പാണ്, അറിയാം. അതുകൊണ്ട് നമ്മൾ കുറേ നേരം കത്തിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. അത് കത്തിച്ചു, പക്ഷെ അത് കറങ്ങുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ കറങ്ങുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പൊന്ന് കടന്ന് ചാടുന്നുണ്ട്. തുള്ളി കളിക്കില്ലൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് കടന്ന് ചാടി മറിയുന്നുണ്ട്. പിന്നെ അതൊന്നും കത്തി അണഞ്ഞു അങ്ങനെ പറയാം. ഇനിയൊരു വലിയൊരിതുണ്ട്. ഇനി ആ വലുത് നമ്മളൊരു പഴയ ടേബിളോ ഉണ്ടായിരുന്നു, അതയിമ അങ്ങോട്ട് വെച്ചു. അതങ്ങോട്ട് കത്തിച്ചു, അത് കറങ്ങി. അത് നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി, അത് അപ്പം തന്നെ അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ ഇവിടുന്ന് ഷാനുവിൻ്റെ ടെക്നോളജി ഇറങ്ങാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഷാനു ഒറ്റ തട്ട്, അതുകൊണ്ട് കറങ്ങിയിലെ മക്കളെ സെറ്റപ്പായിരുന്നു. ആ ഒരു തട്ട് ഞാൻ തട്ടുകയാണെങ്കിൽ എന്തൊരു സംഭവമായിരുന്നു ഞാനപ്പോൾ. ഓ മൈ ഗോഡ്, അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ മിന്നു ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് ഓ മൈ ഗോഡ്, അതിനത് കറങ്ങി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത്രയൊക്കെ പറയുള്ളൂ. പടക്കം പൊട്ടിക്കാൻ തന്നെ പേടിയാണ്. പിന്നെ ഓരോ പൂത്തിരികൾ കത്തിക്കൽ തുടങ്ങി. അവിടെ പൊന്നുണ്ട്, പിന്നെ ഞാനുണ്ട്, എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കണേ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയുമോയെന്നൊക്കെ അറിയില്ല. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഇന്നെ വീഡിയോ എടുത്തത് തന്നെ. ഇതാണ് ഇത്. പിന്നെ നമ്മളിത് ഐഫോണല്ലല്ലോ, അതുകൊണ്ട് ഇത് റെഡ്മിയാണ് ഈ ഒരു ഫോണ്. പിന്നെ ചില നേരത്ത് ചില വീഡിയോസിനൊക്കെ വളരെ ക്ലിയർ കൂടുതലേക്കും. ഇപ്പം തന്നെ നല്ല ക്ലിയറുള്ള ഫോണാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇങ്ങനെ കറക്കൽ തുടങ്ങി. ഓ മൈ ഗോഡ്. പിന്നെ കുറേ പൊള്ളിയിട്ടുണ്ട്, അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ മിന്നു കരഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കൂര്. അതിനുള്ള പണിക്കൊന്നും ഈ മെഹറി നിൽക്കില്ല എന്ന ഉറപ്പിലൂടെയാണ് ഞാൻ പോകുന്നത്. കുറേ നേരം കത്തിച്ചു. അത് പെട്ടെന്ന് കീഴുന്ന കളർ പൂത്തിരി നല്ല രസമാണ്. അതാണ് ഏറ്റവും കൂടുതൽ പേടില്ലാത്ത സംഭവം. പക്ഷെ ഇത് കത്തിക്കുമ്പോൾ മേത്തേക്ക് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ വീട്ടിലും ലൈറ്റൊക്കെ വെച്ചിരുന്നു. പിന്നെ കിക്ക് ഷോട്ടാ എന്തോ ഷോട്ട് പൊട്ടിച്ചു. അത് ഞാനല്ലേ വീഡിയോ എടുത്ത്, എൻ്റെ താത്തേനെ വീഡിയോ എടുത്തൊന്നും കാണുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല. എന്താ ചാവട്ടെ, കുറേ പൊട്ടിച്ചിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റിയില്ല. ക്യാമറയിൽ കണ്ടോ ഒന്നും എനിക്കറിയില്ല. പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത്. ചെറുതായിട്ടൊക്കെ പൊട്ടൽ തുടങ്ങി. ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ നല്ല പോലെ കാണുന്നു. ഇത് അവിടെ പേടിച്ച് നിന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല.
കുറേ നേരം പരിശ്രമിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് വീണ്ടും ഇറങ്ങി പൂത്തിരി അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് ഇതാക്കി. അല്ല പിന്നെ നമ്മളോട് കളി. അങ്ങനെ പൂത്തിരൊക്കെ കത്തിച്ച് നമ്മൾ ഈ ഒരു മൂഞ്ചി വ്ളോഗ് ഇവിടെ നിർത്തി ആണെന്ന് ഞാൻ പറയില്ല. കുറേ നേരം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നു. ഡാൻസ് കളിക്കാനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ കാണിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്, അതായത് ഇസ് മൈ കസിൻ ഫ്രണ്ട് അയാൻ, അവൻ്റെ പൂത്തിരി ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇത് കേൾക്കണം. ഒരാൾ പറയാണ് പൂത്തിരിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാന്ന്. ഹേ മൈ ഗോഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ലൈറ്റൊന്നും ഊരി വെച്ചിട്ടില്ലാന്ന്. പക്ഷെ ഊരി വെച്ചില്ലെങ്കിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ മൂഞ്ചിയെ മേശപ്പുത്തിരി അത് വീണ്ടും കത്തിക്കാൻ ശ്രമിച്ചു. അത് കത്തുന്നു, ഫ്ലോപ്പാവുന്നു. അതപ്പം ഉണ്ടായതൊക്കെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതിന് ഒരുപാടൊന്നും കത്തിച്ച് പുകച്ച് മൈ ഗോഡ് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവിടെ ഉണ്ടായി. പിന്നെ ഓരോരുത്തർ കത്തിക്കൽ തുടങ്ങി എൻ്റെ അനിയനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.